നല്ല വായനക്കാർക്ക് പുസ്തകങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത്. പണം കടം കൊടുത്താൽ തിരികെ കിട്ടും, പക്ഷേ പുസ്തകങ്ങൾ കൊടുത്താൽ തിരികെ ലഭിക്കാൻ വലിയ പാടാണ്. പുസ്തകപ്രേമികളുടെ എല്ലാം അഭിപ്രായമാണിത്. ഈ വായനാ ദിനത്തിൽ തൻ്റെ പ്രാണൻ്റെ പ്രാണനായ അമൂല്യമായ ഗ്രന്ഥശേഖരം ഗാന്ധി ഭവനിലെ ലൈബ്രറിയിലേക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ഒരു വ്യക്തി. കൊട്ടാരക്കര മൈലം കുഴിവിളത്താഴതിൽ ഭവനത്തിലെ ശ്രീ അനിൽകുമാർ. അദ്ദേഹം ലോട്ടറി വിൽപ്പനക്കാരനാണ്. വലിയ ഒരു പുസ്തകപ്രേമിയാണ്, തികഞ്ഞ വായനക്കാരനാണ്. അദ്ദേഹം വില കൊടുത്ത് പലപ്പോഴായി വാങ്ങിയ ഗ്രന്ഥങ്ങളാണ് ഇവയെല്ലാം. ഇതിൽ വളരെ വിലപിടിപ്പുള്ള അമൂല്യമായ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളുടെ 2 വോള്യങ്ങളടക്കം. ഇനിയും ഏതാണ്ട് 150ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അവയിൽ പലതും അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായന പൂർത്തിയായാലുടൻ ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവ സംഭാവന ചെയ്യാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. പത്തനാപുരം ഗാന്ധിഭവൻ ഒരു അഭയകേന്ദ്രം മാത്രമല്ല, നിരന്തരമായി സാമൂഹ്യ സാംസ്കാരിക കലാപരിപാടികൾ നടക്കുന്ന ഒരു വലിയ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. അവിടെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഒരു വിപുലമായ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. 20,000-നടുത്ത് ഗ്രന്ഥങ്ങളുള്ള ആ ലൈബ്രറി ഗാന്ധിഭവനിലെ കുടുംബാംഗങ്ങൾ, ഇവിടുത്തെ കുട്ടികൾ, പുറത്തുനിന്ന് ഗാന്ധിഭവൻ സന്ദർശിക്കുവാനെത്തുന്നവർ, ഗാന്ധിഭവനിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികളടക്കം വളരെ ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ട്. ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു അഭയകേന്ദ്രം എന്ന പ്രത്യേകതയും ഗാന്ധിഭവനുണ്ട്. വിവിധ സർവകലാശാലകളിൽ നിന്ന്, വിവിധ കോളേജുകളിൽ നിന്ന് MBA, MSW, BSW, LLB തുടങ്ങിയ ബിരുദാനന്തര ബിരുദങ്ങൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു മാസമൊക്കെ ഗാന്ധിഭവനിലെത്തി ഇവിടെ താമസിച്ച് സേവനം ചെയ്യാറുണ്ട്. അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തനങ്ങൾ പഠിക്കാനും പരിശീലിക്കുവാനുമായാണ് അവരെല്ലാം ഇവിടെ എത്തുന്നത്. അവർക്കൊക്കെ നിരവധി ഗവേഷണ ഗ്രന്ഥങ്ങളടക്കമുള്ള ഗാന്ധിഭവൻ ലൈബ്രറി വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഈ വായനാ ദിനത്തിൽ ഗാന്ധിഭവൻ കുടുംബത്തിന് ഇങ്ങനെ അമൂല്യമായ ഒരു സമ്മാനം നൽകിയ ശ്രീ അനിൽകുമാറിനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഗാന്ധിഭവൻ കുടുംബം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു.